ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കിയൊരു പുലാവാണ് കേട്ടോ. നമുക്കിതിലേക്ക് ചപ്പ്, പുതിന, അതുപോലെ കറിവേപ്പില പോലും വേണ്ട. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയതാണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടി സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി ഇതിലേക്ക് ഒരു 3 കപ്പ് ബസ്മതി റൈസ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം. ഇതിനി ഇവിടെ മാറ്റി വെക്കുക, കഴുകിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 3 കപ്പ് അരിയിലേക്ക് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ആയിട്ട് വേണ്ടത് ഒരു 4 പീസ് പട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്, തക്കോലോ, എനിക്ക് ശരിക്കും അതിൻ്റെ പേര് ശരിക്കും അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ കുറച്ച് ഏലക്കയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു പീസ് ബേ ലീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതുണ്ടെങ്കിൽ എടുത്തോട്ടോ, എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിതിലേക്ക് ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് നമുക്ക് ഇതിൽ നിന്നും നമ്മൾ ചതക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പച്ചക്കറികൾ മാത്രം മതി ഇതിലേക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വലിയ ഉള്ളിയും അതുപോലെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. പച്ചമുളക് നമ്മൾ ഈ ടൈമിൽ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഇടാനുള്ളതാണ് പച്ചമുളക്. അപ്പോൾ നമുക്ക് ഈ വലിയ ഉള്ളിയും അതുപോലെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ നേരത്തെ 4 പച്ചമുളക് എടുത്തത് ഒന്ന് നമുക്ക് അരക്കാനുള്ളതാണ്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത് 3 കൂടെ ഒന്ന് അരച്ചെടുക്കാം. പുലാവ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു 7 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതും കൂടി ചേർക്കട്ടോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഉള്ളി ഇവിടെ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചപ്പൊന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കനും കൂടി ചേർത്തിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉണക്കമുളകൊന്ന് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഫ്രീസറിൽ വെച്ചതുകൊണ്ട് കുറച്ച് കട്ടയാണ് കേട്ടോ തൈര്. അപ്പോൾ ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി എടുത്ത കപ്പിന് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ച അരി ഒന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചത് കൊണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അരിയിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി വെള്ളത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് അടച്ച് വെക്കാം. ഇതിവിടെ നല്ല രീതിയിലൊന്ന് തിള വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട ചിക്കനൊന്ന് ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത അരി വാർത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത പച്ചമുളക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂടി വെക്കാം. 1/4 ഭാഗം വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന്
ചെറു തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ വെള്ളം നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പുലാവ് നമ്മളിതിലേക്ക് ചപ്പോ പുതിന ഒന്നും ഇട്ടിട്ടില്ല. നമുക്കതൊന്നും ഇല്ലെങ്കിൽ നമുക്കത് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. ഇതുപോലുള്ള റൈസൊക്കെ വെക്കുമ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. നമ്മൾ അതില്ലെങ്കിൽ വെക്കാറില്ല പൊതുവേ. അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് പേര് കണ്ടിട്ട് ഒന്നും കമൻറ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.